നമസ്കാരം. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ആവശ്യത്തിലേക്ക് ക്രിക്കറ്റ് ലോകം കടന്നിരിക്കുകയാണ്. പാകിസ്ഥാൻ ആതിഥേയരാകുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ മാത്രം ദുബായിലാണ് വേദിയാകുന്നത്. ശക്തമായ ടീം കരുത്തോടെയാണ് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇറങ്ങുന്നത്. രോഹിത് ശർമ്മ ക്യാപ്റ്റനായുള്ള ഇന്ത്യൻ ടീമിൽ ശുഭ്മാൻ ഗില്ലാണ് വൈസ് ക്യാപ്റ്റൻ. ഇംഗ്ലണ്ടിനെതിരായ 3 മത്സര ഏകദിന പരമ്പര തൂത്തുവാരിയ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇറങ്ങുന്നത്. ബംഗ്ലാദേശിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. പിന്നാലെ പാകിസ്ഥാനെതിരായ ചിരവൈരി പോരാട്ടവും ഇന്ത്യയെ കാത്തിരിക്കുകയാണ്. ഇത്തവണ ഇന്ത്യയെ കപ്പിലേക്ക് എത്തിക്കേണ്ടത് പരിശീലകൻ എന്ന നിലയിൽ ഗൗതം ഗംഭീറിനും ക്യാപ്റ്റൻ എന്ന നിലയിൽ രോഹിത് ശർമ്മയ്ക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലാത്ത പക്ഷം ഇരുവരുടെയും സീറ്റ് തെറിക്കുമെന്ന് ഉറപ്പാണ്. ഇത്തവണ കിരീട സാധ്യതയിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന ടീമാണ് ഇന്ത്യ. എന്നാൽ ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ നേടില്ല എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. ഇതിന് പിന്നിൽ ചില വിചിത്രം എന്ന് തോന്നാവുന്ന വസ്തുതകളുമുണ്ട്. അതെന്താണെന്ന് പരിശോധിക്കാം. ഇന്ത്യയുടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായുള്ള ICC ട്രോഫികൾ പരിശോധിക്കുമ്പോൾ കപ്പ് നേടിയ ടൂർണമെന്റുകളിലെല്ലാം മലയാളി താരം ടീമിലുണ്ടായിരുന്നു. 2007 T20 ലോകകപ്പിൽ MS ധോണിക്ക് കീഴിൽ ഇന്ത്യ കപ്പടിച്ചപ്പോൾ ടീമിൽ മലയാളി താരം ശ്രീശാന്ത് ഉണ്ടായിരുന്നു. 2011 ഇന്ത്യ ഏകദിന ലോകകപ്പ് ഉയർത്തിയപ്പോഴും ശ്രീശാന്ത് ടീമിലുണ്ടായിരുന്നു. അവസാനമായി ഇന്ത്യ കപ്പ് നേടിയ T20 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനൊപ്പം സഞ്ജു സാംസൺ ഉണ്ടായിരുന്നു. 2013 ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി നേടുമ്പോൾ ടീമിൽ മലയാളി താരങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ മറ്റ് ICC കിരീട നേട്ടങ്ങൾ നോക്കുമ്പോൾ കൂടുതലും കിരീടത്തിലേക്ക് എത്താൻ മലയാളികളുടെ സാന്നിധ്യം ഭാഗ്യമായി ടീമിലുണ്ടായിരുന്നു. ഇത്തവണ സഞ്ജു സാംസന്റെ അഭാവത്തോടെ മലയാളി താരങ്ങളുടെ അഭാവമാണ് ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്നത്. മലയാളി താരങ്ങൾ ഇന്ത്യൻ ടീമിൽ ഇല്ലാത്തതാണ് ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ഇവിടെ ഭാഗ്യപരീക്ഷണങ്ങൾക്ക് രണ്ടാമതാണ് സ്ഥാനം എങ്കിൽ പോലും ക്രിക്കറ്റിൽ ഇത് വളരെ ഗൗരവത്തോടെ കാണുന്ന ഒരുപാട് പേരാണുള്ളത്. പ്രത്യേകിച്ച് താരങ്ങൾക്കിടയിൽ പോലും വിശ്വാസവും അന്ധവിശ്വാസങ്ങളും എല്ലാം തന്നെ ഉണ്ട്. ആ ഒരു രീതിക്ക് നോക്കുമ്പോൾ സഞ്ജു ഇല്ലാത്തത് ഒരു അല്പം ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണെന്ന് പറയാതെ വയ്യ. അല്ലാതെ കളിക്കളത്തിലെ പോരാട്ടങ്ങളെ ഇവിടെ ചെറുതായി പറയുന്നതല്ല എന്ന് ഓർക്കേണ്ടതുണ്ട് കാണികൾ. സഞ്ജു സാംസൺ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമിൽ നിന്ന് തഴയാനുള്ള കാരണം രോഹിത് ശർമ്മ തന്നെയാണ്. സഞ്ജു സാംസനെ വിക്കറ്റ് കീപ്പർ റോളിൽ ടീമിൽ വേണമെന്നാണ് പരിശീലകൻ ഗൗതം ഗംഭീർ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇടം കൈയനായ ഋഷഭ് പന്തിനെ മതിയെന്ന് രോഹിത് ശർമ്മ നിലപാടെടുക്കുകയായിരുന്നു. ഇതോടെ സഞ്ജു സാംസന് ടീമിൽ സ്ഥാനം ലഭിക്കാതെ പോയി. സഞ്ജു സാംസൺ ടീമിൽ ഉണ്ടായിരുന്നുവെങ്കിലും കളിക്കാൻ സാധിക്കില്ലായിരുന്നു. ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയ്ക്കിടെ സഞ്ജു സാംസന് കൈക്ക് പരിക്കേറ്റു. കൈവിരലിന് പൊട്ടലേറ്റ സഞ്ജു നിലവിൽ വിശ്രമത്തിലാണുള്ളത്. 6 ആഴ്ചത്തെ വിശ്രമം അദ്ദേഹത്തിന് നിർദ്ദേശിച്ചിട്ടുമുണ്ട്. സഞ്ജുവിനെ ടീമിൽ എടുത്തിരുന്നുവെങ്കിൽ പരിക്കേറ്റ സാഹചര്യത്തിൽ പകരക്കാരനെ കൊണ്ടുവരാൻ ഇന്ത്യ നിർബന്ധിതരാകുമായിരുന്നു. ഇന്ത്യൻ ടീമിൽ മലയാളി താരം ഉണ്ടാകുന്നത് ഭാഗ്യമാണെന്ന് മുൻ ചരിത്രം സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സഞ്ജു ടീമിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് അനുകൂല ഘടകമായി മാറിയേനെ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം. എന്നാലും ഇന്ത്യ സഞ്ജുവിനെ കൂടാതെ ചാമ്പ്യൻസ് ട്രോഫി ടീമിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി കണ്ടറിയേണ്ടത് സീനിയർ താരങ്ങൾ, അതായത് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും അടക്കമുള്ള താരങ്ങൾ ഏത് രീതിയിലുള്ള പ്രകടനം നടത്തുമെന്നാണ്. അതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇന്ത്യയുടെ ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ കപ്പിലേക്കുള്ള യാത്രയുടെ ദൂരം.